ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ഇസത്തുണ്ട്. ഇസത്ത്, ആലപ്പുഴയിൽ ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ജില്ലയാണ് ആലപ്പുഴയെ സംബന്ധിച്ച്. ഇത്രയും കാലം ഇല്ലാതിരുന്ന BJP കൂടി ഒരുപടി മുന്നിലോട്ട് വന്നൊരു സമയം കൂടിയാണിത്. ആ രീതിയിൽ അവരുടെ പ്രചരണങ്ങൾ അവിടെ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം ആവേശം കൊട്ടിക്കലാശത്തിനുണ്ട്, ഏതു തരത്തിലാണ് LDF പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. അത് പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ അതെല്ലാം വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത LDF കാണുന്നുണ്ടോ? UDFന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കുട്ടിക്കലാശം എത്രത്തോളം ആവേശത്തിലാണ്? വലിയ ആവശ്യത്തിൽ തന്നെയാണ് ഇവിടെ ജനങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുമെല്ലാം. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ കോവിഡ് കാലമായിരുന്നു. അത്ര വലിയ പരസ്യ പ്രചാരണങ്ങളില്ലായിരുന്നു. കൊട്ടിക്കലാശവും അതുപോലെ തന്നെ വലിയ രീതിയിലൊരു ഓണമില്ലാത്ത രീതിയിൽ, അതായത് തീർത്തും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരുന്നു. പക്ഷേ ഈ കൊല്ലം അതിനെല്ലാം ഇരട്ടിയായിട്ട്, ഇരട്ടി പ്രഹരത്തിൽ, അങ്ങനെയൊക്കെ പറയാം, ഇരട്ടി പ്രഹരത്തിലാണ് ഈ തവണ കൊട്ടിക്കലാശം ഇവിടെ ആലപ്പുഴ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത് ലജിനത്ത് വാർഡ്. ഈ ലജിനത്ത് വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ PDP ആണ് ഈ വാർഡിൽ ജയിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും നിൽക്കുന്ന ലജിനത്ത് വാർഡിൽ നിൽക്കുന്ന ഷിറാസാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഈ തവണത്തെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഉടനീളം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി മൂന്നാമതൊരു സർക്കാർ വരും എന്ന ജനപ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാർഡില്, ഈ ലജനത്ത് വാർഡില് ഏറ്റവും കൂടുതൽ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുള്ള ആലപ്പുഴ നഗരസഭയിലെ ഒരേ ഒരു വാർഡാണ് ലജനത്ത് വാർഡ്. 422ഓളം പെൻഷൻകാരാണ് ഇവിടെ സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് PDP കൗൺസിലർമാർ തിരിഞ്ഞു നോക്കാത്തൊരു വാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച PDPയുടെ സ്ഥാനാർത്ഥി ഇത്തവണ ഒരു വീട്ടിൽ പോലും വോട്ട് ചെയ്യിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ വാർഡിൽ പോലും ഇറങ്ങാൻ സാധിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ജനങ്ങൾ ഇവിടുത്തെ വികസനം മുന്നിൽ കാണുന്നത് LDFനൊപ്പമാണ്. എല്ലാവരും LDFനൊപ്പം തന്നെയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ LDF ഇവിടെ വിജയിക്കും. ഇതിനു മുമ്പും 2 തവണ വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ച വാർഡാണിത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും വലിയ വിജയ പ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ ഭരണസമിതിയിൽ ഇരുന്നപ്പോൾ തന്നെ LDF മുന്നണിയിൽ പല രീതിയിലുള്ള സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. പക്ഷെ അതെല്ലാം ഈ തവണ പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ തവണ 5 വർഷം ആലപ്പുഴ നഗരസഭ ഭരിച്ച 2.5 കൊല്ലം വീട് 2 തവണ ഒരു ഇന്ദു ടീച്ചർ എന്ന് പറയുന്ന ചെയർപേഴ്സണും അതിനുശേഷം KK ജയമ ഭരിച്ചിട്ടും പ്രതിപക്ഷത്തിനോ BJPക്കോ ഇതുവരെ യാതൊരുവിധ അഴിമതി ആരോപണവും നടത്താൻ സാധിച്ചിട്ടില്ല. ഇന്നും അവര് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോഴും, ഈ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും അവർക്ക് ഇതുവരെ ഒരു ആരോപണം പോലും, അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത നഗരസഭയാണ് ആലപ്പുഴയിലെ ആലപ്പുഴ നഗരസഭ. അതുകൊണ്ട് തന്നെ അത്തരം പ്രചരണങ്ങളൊന്നും ജനങ്ങളുടെ ഇടയിൽ വില പോവില്ല. BJPയെ പറ്റി പറയുമ്പോഴും കഴിഞ്ഞ വർഷം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 11 മണ്ഡലങ്ങളിൽ BJPക്ക് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ഇവിടെ രൂപപ്പെടുത്തേണ്ടത്. നിയമസഭാ മണ്ഡലങ്ങളിൽ ആ ഒരു ഭൂരിപക്ഷം ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതായത് പല വാർഡുകളിലും BJPക്ക് ജയസാധ്യത ഉണ്ട് എന്നവർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ തോന്നുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ ഈ ലജനത്ത് വാർഡിനെ തന്നെ എടുക്കുകയാണെങ്കിൽ അവർ BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 20 വോട്ടിന് മുകളിൽ കിട്ടാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ നഗരസഭയിലെ 99% വാർഡുകളിലും BJPക്ക് വളരെ തുച്ഛമായ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മാറ്റമൊന്നും ഇതിന്റെ അകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾ LDFനെ നെഞ്ചിലേറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ എല്ലായിടത്തും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടുത്തെ സ്ത്രീജനം ഇപ്പൊ ഈ 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്ന 1000 രൂപ, 35-നും 60-നും ഇടയ്ക്കുള്ള വനിതകൾക്കുള്ള 1000 രൂപ, വിദ്യാർത്ഥികൾക്കുള്ള പെൻഷൻ 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചതെല്ലാം ജനങ്ങൾ വളരെ വലിയ വലിയ താരങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ തവണ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതീക്ഷകളും അതുപോലെ തന്നെ കാര്യങ്ങളുമാണ് തന്നത്. ഇപ്പോൾ ഈ ലജനത്ത് വാർഡിൽ ഇരു മുന്നണികളും, അതായത് UDFന്റെ പ്രചരണവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ഒരു പോയിന്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ UDFന്റെ പ്രവർത്തകരുടെ ആഹ്ലാദം കാണാം. അതായത് UDF ഇവിടെ നിർത്തിയിരിക്കുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, ലീഗ് മുന്നണിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്. വലിയ ആഹ്ലാദത്തിലാണ് എല്ലാവരും. വലിയ ആഹ്ലാദത്തിലാണല്ലോ.
ഇന്ത്യ ഏതിന് കൈപ്പത്തി തന്നെ ഇതാകുണ്ടോ? കൈപ്പത്തി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല. UDF ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇല്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. UDF എന്ന് പറയുന്നത് UDF ജയിക്കത്തുള്ളേ, നമ്മളെ പാർട്ടി ജയിക്കത്തുള്ളൂ. ഇതാണപ്പോ UDF തൂക്കും. UDF തൂക്കും, തൂക്കിയിരിക്കും, തൂക്കിയിരിക്കും. സിറാജിക്കാക്കുള്ള ഈ വാർഡ് കഴിഞ്ഞ ഇവിടെ യുവാക്കളെയൊക്കെ കാണാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ വർഷം നോക്കൂ, ഈ വർഷം വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് UDFന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? പരിപാടിയൊക്കെ ചില്ലാണ്. കൊള്ളാം, അടിപൊളിയാണ്. വോട്ടുണ്ടോ? പിന്നെ ഇതാണപ്പോ UDFന്റെ ജയിക്കും. പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ വാർഡ് PDP ആണ് ജയിക്കുന്നത്. ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ പിടിച്ചെടുക്കും. ഇവര് കൊല്ലം ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു വാർഡാണ്. UDFന്റെ കഴിഞ്ഞ 15 കൊല്ലം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ നയത്തിൽ തന്നെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം UDF ഞങ്ങൾക്ക് കരുത്തനായ ഒരു സാരഥിയാണ്. അത് കാരണം ഞങ്ങളുടെ രചനത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള ഒരു ജയസാധ്യതയാണ് ഈ ജനങ്ങൾ തന്നിട്ടിരിക്കുന്ന സ്വീകരണം. ഈ സ്വീകരണം എന്ന് പറയുന്നത് രജനത്ത് വാർഡിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക വിജയപ്രതീക്ഷകൾ ഓരോ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നു. ഓരോ പാർട്ടിയുടെയും നേതാക്കൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ കാഴ്ചകളാണ് കണ്ടത്. ഇനി